ഡിയർ സ്റ്റുഡൻസ്, ടെക് ഫോർ മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്സ് ഏഴാമത്തെ ചാപ്റ്ററായ അതായത് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ ഫസ്റ്റ് സെക്ഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് 7.2 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങും 7.4 കോമ്പിനേഷൻസ് 7.1ഉം 7.3 ഒഴിവാക്കി 7.1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്, 7.3 എന്ന് പറയുന്നത് പെർമുട്ടേഷനാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം പഠിച്ചാൽ മതി, ഈ രണ്ട് സെക്ഷൻ പഠിച്ചാൽ മതി. ഈ രണ്ട് സെക്ഷനിൽ പ്രധാനപ്പെട്ട സെക്ഷൻ തന്നെയാണ്. അതിനകത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് നമുക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം 6 ലെറ്റർ പാസ്വേഡ് യൂസിങ് 26 ആൽഫബറ്റ് 26 ആൽഫബറ്റ് ഉപയോഗിച്ച് നമുക്ക് എത്ര 6 ലെറ്റർ പാസ്വേഡുകൾ ഉണ്ടാക്കാം എന്നൊക്കെ സന്ദർഭങ്ങൾ ഇത് ക്വസ്റ്റ്യനായിട്ട് ഞാൻ പറയുന്നില്ല, ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുപോലെ 1 has 2 pant and 3 ഷർട്ട്. ഇപ്പോൾ ഒരാൾക്ക് 2 പാൻറ്റും 3 ഷർട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ്, ഹൗ മെനി ഡിഫറെൻറ്റ് പേഴ്സ് ഓഫ് എ പാൻറ്റ് ആൻഡ് എ ഷർട്ട് ക്യാൻ ഹി ഡ്രസ് അപ്പ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഒരു ദിവസം ഇടാൻ സാധിക്കത്തുള്ളൂ, അത് എത്ര രീതിയിൽ സാധിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ടൂർണമെൻറ്റിൽ ഉണ്ടോ, ദർ ആർ 10 teams in a tournament. If each team plays with the other team in the first round, total how many play will be there? അപ്പോൾ ഒരു ടൂർണമെൻറ്റിൽ 10 ടീം മത്സരിക്കുന്നുണ്ട്. അതിന് അവർ ഈച്ച് ടീം പ്ലേസ് വിത്ത് അതർ ടീം, ഓരോ ടീമും പരസ്പരം ഏറ്റുമുട്ടിയാൽ എത്ര പ്ലേ അവിടെ നടക്കും, എത്ര കളികൾ നടക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കും. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. ശ്രദ്ധിക്കുക, നമ്മൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഹോമിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ ടൗൺ വഴിയാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ടൗണ് സ്കൂള് പോവുകയാണ്. അപ്പോൾ ഈ ഹോമിൽ നിന്നും സ്കൂളിലേക്ക് പോകാൻ പിന്നെ 3 വഴിയുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ ടൗണിൽ നിന്നും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി 2 വഴിയുണ്ടെന്ന് വിചാരിക്കുക. കാണിക്കും, ചുമ്മാ അത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെ R1, റൂട്ട് 1, റൂട്ട് 2, റൂട്ട് 3 എന്ന് പറയാം. ഇതുപോലെ ഇവിടെ 2 വഴിയാണ്, R4, R5 എന്ന് പറയും. പേരിനകത്തൊന്നും കാര്യമില്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പോകാൻ 3 വഴിയുണ്ട്, ഇവിടെ നിന്നും പോകാൻ ഏതാണ് 2 വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം പോവുകയാണ്, R1-ൽ കൂടി പോയി R4-ൽ കൂടി സ്കൂളിലെത്തി. അപ്പോൾ ഇത് മാത്രമേ പറ്റത്തുള്ളൂ? അല്ല. അപ്പോൾ നമുക്ക് എത്ര രീതിയിൽ ഹോമിൽ നിന്നും സ്കൂളിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഒന്ന് R1-ഉം R4-ഉമായിട്ട് ചൂസ് ചെയ്യാം, R1-ഉം R5-ഉമായിട്ട് ചൂസ് ചെയ്യാം, R2 R4 ചൂസ് ചെയ്യാം, R2 R5 ചൂസ് ചെയ്യാം, R3 R4 ചൂസ് ചെയ്യാം, R3 R5 ചൂസ് ചെയ്യാം. ശരിയല്ലയോ? അപ്പോൾ എത്രണ്ണമായി? അപ്പോൾ 6 എണ്ണം നമുക്കിവിടെ ചൂസ് ചെയ്യാം. ശരിയല്ലയോ? 6 രീതിയിൽ 6 വേസിൽ നമുക്ക് പോകാം. നമ്മൾ എണ്ണിയെടുക്കാമെന്ന് കാര്യമില്ല. R1 R4, R1 R5, R2 R4, R2 R5 എന്ന രീതിയിൽ നമുക്കിതെല്ലാം എണ്ണിയെടുക്കാം. അപ്പോൾ 6 എണ്ണമാണ്. അപ്പോൾ ഈ 6 കിട്ടിയത് നമുക്ക് തന്നിരിക്കുന്ന, നമുക്കിപ്പോൾ ഇങ്ങനെ പറയാം, ഈ റൂട്ട്, അപ്പോൾ ഈ റോഡിനെ ഇല്ലെങ്കിൽ ഈ റൂട്ടിനെ നമുക്ക് ഇവൻ്റ് എന്ന് ഉദ്ദേശിക്കാം. ഇത് അനന്തർ ഇവൻ്റാണ്. അപ്പോൾ ഇവിടെ 3 ഇവൻ്റ് ആയിരുന്നു, ഇവിടെ 2 ഇവൻ്റാണ് ഒക്കർ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര? 6 ഇവൻ്റ് കിട്ടി. അപ്പോൾ ഇവിടെ 3ഉം 2ഉം ആ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ ആദ്യത്തെ ഇവൻറ്റിൻ്റെ എണ്ണത്തെ രണ്ടാമത്തെ ഇവൻറ്റിൻ്റെ എണ്ണം കൊണ്ട് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് നമ്മൾ പറഞ്ഞത് 6 എന്ന് പറഞ്ഞപ്പോൾ 3 × 2 വേസ് എന്ന് പറയാൻ പറ്റും. വേസ് എന്ത് രീതികളാണ്. അപ്പോൾ 3 × 2 രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ 6 വേസിൽ നമുക്ക് ഈ സ്കൂളിൽ എത്തിച്ചേരാവുന്നതാണ്. ശരിയല്ലയോ? മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഇന്നും ഒരു 4 റൂട്ടുണ്ട്, ഇതൊരു 5 റൂട്ടാണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും നമുക്കറിയാൻ മതി. ഈ ഇവിടുത്തെ ഒക്കറൻസ് 4 ആണ്, ഇവിടുത്തെ ഒക്കറൻസ് 5 ആണ്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ആദ്യത്തെ ഒക്കറൻസ് എത്രയാണ്, ആ ഒക്കറൻസിനെ രണ്ടാമത്തെ ഒക്കറൻസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എം ഒക്കറൻസും ഇവിടെ എൻ ഒക്കറൻസും ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പറയാം? ടോട്ടൽ നമ്പർ ഓഫ് വേയ്സ് എന്നൊക്കെ പറയാം. എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? അത് എം ഇൻറ്റു എൻ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞുകൂടായോ? An event occur m different ways, another occur n different ways. അപ്പോൾ എന്താ? the total number of occurrences is m into n ways. ഓക്കെ, ദെൻ ശരി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. നെക്സ്റ്റ് വേർഡ്, ഇനി നമുക്ക് ഈ സ്കൂളിൽ നിന്നും ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കാം. അതിന് അപ്പോൾ 3 റൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 3 വഴികളുണ്ട്. അപ്പോൾ അതിന് പേര് കൊടുക്കുകയാണ് R6, R7, R8. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒന്ന് റൂട്ട് ചെയ്യുക. R1 നിന്ന് നമ്മളിപ്പോൾ R1 ചൂസ് ചെയ്ത് R5 ചൂസ് ചെയ്ത് സ്കൂളിലെത്തി. അവിടെ നിന്നും R8 ചൂസ് ചെയ്ത് എന്താ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഇത് മാത്രമേ ചൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? അല്ല, നമുക്ക് ടോട്ടൽ എത്ര രീതിയിൽ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര രീതിയിൽ നമുക്കത് ഈ ഹോമിൽ നിന്നും ടൗണിൽ കൂടി സ്കൂളിൽ കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചേരാം. അപ്പോൾ നമുക്ക് ചോദിക്കും ഹോസ്പിറ്റലിൽ കൂടി നേരിട്ട് പോയിക്കൂടായിരുന്നു. നമുക്കൊരു ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ പറയുന്നതാണ് ഇങ്ങനെ ഹോമിൽ കൂടി ടൗണിൽ കൂടി സ്കൂളിൽ കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ഇവൻ്റ് കൂടെ സംഭവിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇവൻ്റ് 3 ആണ്, ഇവിടുത്തെ ഇവൻ്റ് 2 ആണ്, ഇവിടുത്തെ ഇവൻ്റ് 3 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ് അല്ലെ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എത്ര ആയിരിക്കും? 3 × 2 × 3 എന്ന് പറയാൻ സാധിക്കും. വളരെ എളുപ്പമല്ലയോ? ഇനി എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ പറയാം. ആ ഓരോ ഈ ഒക്കറൻസിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഓരോ ഇവൻറ്റും എത്ര രീതിയിലോ എത്ര എണ്ണം ഒക്കർ ചെയ്യുന്നു ആ എണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയില്ലേ? അപ്പോൾ നമുക്കിവിടെ ഇവിടെ എം ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എമ്മും ഇവിടെ എന്നും ഇവിടെ പിയും ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? ആ എം ഇൻറ്റു എൻ ഇൻറ്റു പി വേയ്സ് എന്ന് പറയാം. എം ഇൻറ്റു എൻ ഇൻറ്റു പി വേയ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ നോക്കിയോണം. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുക ചെയ്ത് ഇവിടുത്തെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയാം. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇതാണ് നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അത് നമ്മൾ ഒത്തിരി ഓർത്താൽ മതി. നമുക്കിവിടെ ആദ്യത്തെ ഒക്കറൻസ് ഇവൻ്റ് എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു, രണ്ടാമത്തെ ഇവൻറ്റ്സ് എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു, മൂന്നാമത്തെ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു. ഇനി അതിൽ കൂടുതലുണ്ടെങ്കിലും ശരി, ഇതെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നതിനാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൻ്റെ നോട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നോട്ട് പറയുന്നത് ഇതാണ്: ഇഫ് ആൻ ഇവൻറ്റ് ക്യാൻ ഒക്കർ ഇൻ m different ways, following which another event can occur in n different ways, the following which another event can occur in p different ways, and so on. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. then total number of occurrence of the events of the given order is m into n. ഇപ്പോൾ ഞാൻ പറഞ്ഞു m into n into p എന്ന് പറയാം, എക്സെട്ര എന്ന് പറയാം. എന്നുവെച്ചാൽ ഓരോ ഇവൻറ്റിനും സംഭവിക്കും. ആദ്യത്തെ എം ആണ്, രണ്ടാമത്തെ എൻ ആണ്, മൂന്നാമത്തെ പി ആണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതാണ്: സപ്പോസ് എ ടീച്ചർ വാണ്ട് ടു സെലക്ട് എ ബോയ് ഫ്രം 7 boys ആൻഡ് എ ഗേൾ ഫ്രം 6 girls to represent a class in a function. How many of these can be done? അപ്പോൾ ടീച്ചർ സെലക്ട് ചെയ്യാണ് ഒരു ബോയിയെയും ഒരു ഗേളിനെയും. പക്ഷേ 7 boysഉം 7 girlsഉം ഉണ്ട്. അപ്പോൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഇല്ലയോ? ഇവിടെ എമ്മിന് പകരം ഈ 7ഉം എന്നിന് പകരം 6ഉമാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ് എന്ന് നമുക്കെന്ന് പറയാം 7 × 6 42 ways എന്ന് പറയാം. ഇല്ലയോ? വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ എത്തിച്ചേരാവുന്നതാണ്. അത് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ അടുത്ത ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രോബ്ലം പറയുന്നത് ഇതാണ്: ഫൈൻഡ് ദി നമ്പർ ഓഫ് 4-letter വേർഡ്സ് വിത്ത് ഓർ വിതൗട്ട് മീനിങ് വിച്ച് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് റോസ് വെയർ റിപ്പറ്റേഷൻ ഓഫ് ദി ലെറ്റേഴ്സ് ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ പറയുന്നത് ഫൈൻഡ് നമ്പർ ഓഫ് 4-letter വേർഡ്സ് വിത്ത് ഓർ വിതൗട്ട് മീനിങ്. അർത്ഥത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, മീനിങ് ഒന്നും ആവശ്യമില്ല.
നമുക്ക് എങ്ങനെയായാലും ഈ പറയുന്ന റോസ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് എത്ര 4 ലെറ്റർ വേർഡ്സ് എത്ര എണ്ണം ഫോം ചെയ്യാം. അവിടെ കണ്ടീഷൻ ഉണ്ട്, റിപ്പറ്റീഷൻ ഓഫ് ദി ലെറ്റേഴ്സ് ഈസ് നോട്ട് അലൗഡ് എന്ന് വെച്ചാൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് 4 ലെറ്റർ വേർഡ്സ് ആണ്, ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റോസ് എന്ന് പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഈ റോസ് എന്ന് പറയുന്ന വേർഡിലെ 4 ലെറ്റർ നമുക്ക് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാം. അത് R ആവാം, O ആവാം, S ആവാം, E ആവാം. ശരിയല്ലേ? ഈ ഫസ്റ്റ് പ്ലേസിൽ അത് വരാം. അപ്പോൾ ഇത് 4ഉം അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 4 ഒരു സമയത്ത് ഒരെണ്ണേ പറ്റത്തുള്ളൂ നമുക്കറിയാം. ഈ 4ൽ ഏത് വേണമെങ്കിലും അവിടെ ചെയ്യാം. അപ്പോൾ എണ്ണം നോക്കുമ്പോൾ 4 എണ്ണമാണ്. പക്ഷേ ഇവിടെ റിപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഫിക്സ് ചെയ്ത ആ ലെറ്റർ ഇവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫിക്സ് ചെയ്ത് ഒഴിവാക്കി ഇവിടെ. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഫിക്സ് ചെയ്താൽ ബാക്കി ഇവിടെ എത്ര വരില്ല? 3 എണ്ണത്തിൽ ഇവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇവിടെ 2 ഫിക്സ് ചെയ്തത് ഇവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ വരുന്നത് ഇവിടെ ഒന്നിവിടെ ചെയ്തു ബാക്കി 2 ലെറ്റേഴ്സേ ഇവിടെ വരത്തുള്ളൂ. 2 ലെറ്റേഴ്സിൽ ഏത് വേണമെങ്കിലും വരാം. ആ ലെറ്റേഴ്സിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഇവിടെ 1 കൊടുത്തു, ഇവിടെയും 1 കൊടുത്തു, ഇവിടെയും കൊടുത്തപ്പോൾ ഇനി ഇവിടെ വരുന്നത് വേറെണ്ണം മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്ലേസിൽ 4, ഈ പ്ലേസിൽ 3, ഈ പ്ലേസിൽ 2 എണ്ണം ചെയ്യാൻ പറ്റും, ഇവിടെ 1. അപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് 4 ലെറ്റർ വേർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? 4 × 3 × 2 × 1 = 24 എന്ന് വളരെ പെട്ടെന്ന് ആൻസർ എഴുതാവുന്നതാണ്. അത് ഇതെഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം പറയുന്നതാണ് ഗിവൺ 4 flags ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. How many different signals can be generated if a signal requires the use of 2 flags, one below the other? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൊത്തം 4 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലാഗ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ഡിഫറെൻറ്റ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം. ആ സിഗ്നൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 ഫ്ലാഗ് മതി, 1 ബിലോ ദി അതർ ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ 2 ഫ്ലാഗ് ഉപയോഗിക്കണം, 1 ബിലോ ദി അതർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു ഫ്ലാഗ് ഫിക്സ് ചെയ്യണം, ഇവിടെ ഒരു ഫ്ലാഗ് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു സിഗ്നലായി മാറും. അങ്ങനെ എത്ര സിഗ്നൽ നമുക്ക് ചെയ്യാവുന്ന മതി. നമുക്കറിയാം 4 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ആ കളർ ഏത് വേണമെങ്കിലും ഇവിടെ വെക്കാം, ഇല്ലയോ? ആ ഫ്ലാഗ് ഏത് വേണമെങ്കിലും ഇവിടെ വെക്കാം. അപ്പോൾ ഇവിടെ വെക്കുന്നതിൻ്റെ എണ്ണം 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ആ ഇവിടെ വെക്കുന്നതിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് സിഗ്നൽസ് ആവുമ്പോൾ ഇവിടെ വരുന്ന ഡിഫറെൻറ്റ് ഫ്ലാഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. 2 ഫ്ലാഗ് ഉപയോഗിക്കണം 4 എണ്ണത്തിൽ. അപ്പോൾ ഇവിടെ എണ്ണം ഫിക്സ് ചെയ്താൽ പിന്നെ അത് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അപ്പം ബാക്കി വരുന്ന 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പറയുമ്പോൾ 4 × 3 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 3ഉമാണ്. നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുമ്പോൾ റെക്കോർഡ് നമ്പർ ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത് 4 × 3 12 സിഗ്നൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഇവിടെ എണ്ണം ഇവിടെ കൊടുക്കുന്നത് എണ്ണം, ആ 4 എണ്ണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. 1 ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ ബാക്കി 3 എണ്ണം എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. How many 3-digit numbers can be formed from the digits 1, 2, 3, 4 and 5, assuming that the repetition is not allowed, the repetition is allowed? എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ലെറ്റേഴ്സ് ഉപയോഗിച്ച്, ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര 3-digit നമ്പേഴ്സ് ഫോം ചെയ്യാം. അത് ഒന്നാമത്തെ കേസ് റിപ്പറ്റീഷൻ പാടില്ല, രണ്ടാമത്തെ കേസ് റിപ്പറ്റീഷൻ അലൗഡാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ കേസ് നോക്കാം. റിപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര 4-digit നമ്പർ നമുക്ക് വേണ്ടത് ഓർമ്മ വേണം. 3-digit നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ ഒരു ഡിജിറ്റ് ഫിക്സ് ചെയ്യുന്നു, ഇവിടെ ഒരു ഡിജിറ്റ് ഇവിടെ വേണം. അപ്പോൾ ടോട്ടൽ എത്ര 5 എണ്ണമാണ്. അപ്പോൾ 5 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. കാരണം ഈ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. പക്ഷേ ഈ റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. ഇവിടെ വരുന്നത് ഇവിടെ വരാൻ സാധിക്കാത്തതുകൊണ്ട് ഇവിടെ എത്രയേ പറ്റത്തുള്ളൂ? 4 എണ്ണേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബാക്കി ഇവിടെ എത്രയേ ഉള്ളൂ? 3 എണ്ണേ പറ്റത്തുള്ളൂ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ 5ഉം ഇവിടെ 4ഉം ഇവിടെ 3ഉമാണ് എണ്ണമാണ് വരുന്നത്.
അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ 5×4×3 ആണ് ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് പറയുന്നത്. ശരിയല്ലേ? റെക്കോർഡ് നമ്പേഴ്സ് പറയുന്നത് ബൈ FPC എന്ന് പറഞ്ഞത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നാണ്. നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് 5×4×3 നമുക്ക് പറയാം 60 ആണെന്ന് പറയാൻ പറ്റും. വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിയോ, ഇവിടെ 5 ഫിക്സ് ചെയ്തു, ആ 5 ഇവിടെയും വരാം, ഇവിടെയും വരാം. കാരണം ഇവിടെ വരുന്നത് ഇവിടെ വരാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്താണ്, റിപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ 5×5×5 എന്ന് കൊടുത്താൽ മതി കേട്ടോ. റിപ്പറ്റീഷൻസ് അലൗഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും, ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് is equal to 5×5×5 എന്ന് പറയാം. അപ്പോൾ എത്ര കിട്ടും? 125 എന്ന്. അപ്പോൾ റിപ്പറ്റീഷൻ ആണെങ്കിൽ ഇവിടെ എത്ര ആണോ പറയുന്നത് അതിന് എത്ര പ്ലേസസ് ഉണ്ട് അത്രയും ടൈം. ഇപ്പോൾ ഇവിടെ 3 പ്ലേസസ് ആണെങ്കിൽ ഇപ്പോൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 ആയിരുന്നെങ്കിൽ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് നോക്കാം. How many 5-digit telephone numbers can be constructed using the digits 0 to 9 if each number start with 67 and no digit appear more than once? നമുക്കിവിടെ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് 5 ഡിജിറ്റ് ടെലഫോൺ നമ്പേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ കണ്ടീഷൻ പറയുന്നത് 2 കണ്ടീഷനാണ് പറയുന്നത്. ഈച്ച് നമ്പർ സ്റ്റാർട്ട് വിത്ത് 67 ആൻഡ് നോ ഡിജിറ്റ് അപ്പിയർ മോർ ദാൻ വൺസ്. ഓരോ നമ്പേഴ്സും 67-ൽ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ടോ ഒരു ഡിജിറ്റ് പോലും റിപ്പീറ്റ് ചെയ്യാനും പറ്റത്തില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ശരിയില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സ് ഇല്ലയോ? 5 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഓരോന്നോ അതാണ് നമ്മൾ ഇവിടെ ഒരു നമ്പർ, ഇവിടെ നമ്പർ, ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ 5 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതുന്നത്. അപ്പോൾ ഓരോ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയായിരിക്കണം? 67 അപ്പോൾ ഈ പ്ലേസിലും നമുക്ക് 6ഉം 7ഉം കൊടുക്കാം. ബാക്കിയുള്ള പ്ലേസസ് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ വരുന്ന ഈ 6ഉം 7ഉം ഇവിടെ വരാൻ പറ്റത്തില്ല എന്ന് കാരണം നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് എന്നാണ് പറയുന്നത്. നമുക്ക് 0 മുതൽ 9 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 6ഉം 7ഉം ഇവിടെ ഫിക്സ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ട്? 8 നമ്പേഴ്സേ ഉള്ളൂ. ആ 8 നമ്പേഴ്സിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ശരിയില്ലയോ? ഇവിടെ ശരിയാണല്ലോ. പക്ഷേ നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ആയതുകൊണ്ട് എന്ന് വെച്ചാൽ റിപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 8 ഇവിടെ ഫിക്സ് ചെയ്ത ഇവിടെ ഫിക്സ് ചെയ്തത് ഇവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ 8 നോക്കിയാൽ മതി. മൊത്തം 10 ആയിരുന്നു, ഇവിടെ 2 ചെയ്തു. അത് ഇവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ 8 പറ്റത്തുള്ളായിരുന്നു. ഇനി ഇവിടെ 8 ഇവിടെ ഫിക്സ് ചെയ്യാൻ, അതായത് ഒരെണ്ണം ഇവിടെ ഫിക്സ് ചെയ്തു, ബാക്കി വരുന്ന 7 നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 2 ഓരോന്ന് ഫിക്സ് കഴിഞ്ഞാൽ ബാക്കി എത്രയേ വരത്തുള്ളൂ? 6 വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എണ്ണമാണ് ഈ കൊടുക്കും. ഇപ്പോൾ ഇവിടെ എത്ര ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണേ വരത്തുള്ളൂ. കാരണം 6ഉം 7ഉം അങ്ങ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ എണ്ണമാണ് നമ്മൾ ഈ കൊടുക്കുക. ഇവിടെ എത്ര നമ്പർ ഇവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പേഴ്സ് is equal to 1×1×8×7×6 എന്ന് പറയാം. അപ്പോൾ ആൻസർ 336 എന്ന് പറയാം. ഇത് നിർബന്ധമില്ല, ഇത് രണ്ടും നിർബന്ധമില്ല, ഇവിടെ തൊട്ട് എഴുതിയാലും മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിഗ്നൽ ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ arranging at least 2 flags in order, one below the other on a vertical step if 5 different flags are available. ഇപ്പോൾ നമുക്കിവിടെ 5 ഫ്ലാഗ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫ്ലാഗ്സ് ഉണ്ട്. നമുക്ക് ഇതേപോലെ ഫ്ലാഗ്സ് ഉള്ള ഡിഫറെൻറ്റ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം. പക്ഷേ അവിടെ കണ്ടീഷൻ പറയാൻ ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് 2 ഫ്ലാഗ്സ് ഇൻ ഓർഡർ, ഏറ്റവും കുറഞ്ഞത് 2 എങ്കിലും വേണം. ഈ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേർഡാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 2 എങ്കിലും വരുന്ന തരത്തിൽ, എന്ന് വെച്ചാൽ 1 below the other ആണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ. അപ്പം 2 വരുന്ന ഫ്ലാഗ് വരുന്ന സിഗ്നല് 2 വരുന്നതോ 3 വരുന്നതോ 4 വരുന്നതോ 5 വരുന്നത്, ഈ കേസ് എല്ലാം ഉണ്ട്. ഈ ഓരോ കേസും കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം അറിയാമല്ലോ, അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞു. ഇപ്പോൾ എക്സാക്ട്ലി 2 ആയിരുന്നെങ്കിൽ 2 മാത്രം മതിയായിരുന്നു. അല്ലെങ്കിൽ അറേഞ്ചിങ് 2 ഫ്ലാഗ്സ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അത് മാത്രം മതിയായിരിക്കും. അറ്റ്ലീസ്റ്റ് 2 അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അറ്റ്മോസ്റ്റ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ 2, ഇപ്പോൾ 2 ആവാം 1 ആവാം. ഇത്
അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2 ആവാം. അപ്പോൾ അതിൽ കൂടുതലും വരാം. അപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. അപ്പോൾ 5 വരെ ഉള്ളതുകൊണ്ട് 5 നിർത്താം. അതാണ് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഈ അറ്റ്ലീസ്റ്റ് എന്ന് വാക്ക് വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറിലോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം എ സിഗ്നൽ ക്യാൻ കൺസിസ്റ്റ് ഓഫ് എയ്തർ 2 ഫ്ലാഗ്സ്, 3 ഫ്ലാഗ്, 4 ഫ്ലാഗ് ഓർ 5 ഫ്ലാഗ്. ഇത്രയും കേസാണ് വരുന്നത്. അപ്പോൾ 2 ഫ്ലാഗ് വരുന്നതിൻ്റെ നമ്മൾ എണ്ണം കണ്ടുപിടിക്കുക, അതുപോലെ 3 ഫ്ലാഗ് എണ്ണം കണ്ടുപിടിക്കുക, 4 ഫ്ലാഗ് കണ്ടുപിടിക്കുക, 5 ഫ്ലാഗ് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 2 ഫ്ലാഗ് വരെ നോക്കാം. ശരിയല്ലേ? 2 ഫ്ലാഗ് എന്ന് പറയുമ്പോൾ 1 ബിലോ ദി അതറാണ്. അപ്പം ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ വെർട്ടിക്കൽ സ്റ്റാഫ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതേപോലെ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട്, അല്ലെങ്കിൽ ഈ പട്ടാളക്കാരൊക്കെ ചെസ്റ്റിൽ നമുക്ക് ചില കളേഴ്സിലുള്ള ക്ലോത്ത് കണ്ടിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ ഫ്ലാഗ് വെർട്ടിക്കൽ സ്റ്റാഫ്, അതേപോലെ ഉള്ളതിനെയാണ് വെർട്ടിക്കൽ സ്റ്റാഫ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം 5 എണ്ണം ഉണ്ട്. അപ്പം 2 ഫ്ലാഗ് വരുന്ന വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ 5ഉം ഇവിടെ 4ഉം നമുക്ക് അറേഞ്ച് ചെയ്താൽ മതി. ഇല്ലയോ? ഇവിടെ 5 വരും, 1 റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എത്ര വരണം? 4ഉം വരണം. അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ദ സിഗ്നൽ, അല്ലേ, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിഗ്നൽ കൺസിസ്റ്റിംഗ് ഓഫ് 2 ഫ്ലാഗ് എന്ന് പറയുന്നത് 5x4 കൊടുത്താൽ മതി. അവിടെ റിപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ആണെന്ന് കൂടി മനസ്സിലായിരിക്കണം. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? നമുക്ക് 20 കിട്ടും. ശരിയല്ലയോ? ഇനി അടുത്ത എന്താണ്? 3 ഫ്ലാഗ് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 4, ഇവിടെ 3, അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ 5x4x3 എന്ന് പറഞ്ഞാൽ മതി. നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ പറയാം നമ്പർ ഓഫ് ഡിഫറൻറ്റ് സിഗ്നൽ കൺസിസ്റ്റിംഗ് ഓഫ് 3 ഫ്ലാഗ് എന്ന് പറയുന്നത് 5x4x3. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആൻസർ എത്രയാണ്? 60 ആണ്. ഇനി 4 ഫ്ലാഗ് വരുന്നത് നോക്കാം. അപ്പം 2 വേണം, 3 വേണം, 4 ഫ്ലാഗ് വരുന്നത് അവിടെ എന്താണ്? ഇവിടെ 5 ഫ്ലാഗ് ഫിക്സ് ചെയ്യാം, ഇവിടെ 4 ഫ്ലാഗ് ഫിക്സ് ചെയ്യാം, ഇവിടെ 3, ഇവിടെ 2. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിഗ്നൽ കൺസിസ്റ്റിംഗ് ഓഫ് 4 ഫ്ലാഗ് എന്ന് പറയുന്നത് 5x4x3x2 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ വരുന്നത് 120 ആണ്. ഇനി 5 ഫ്ലാഗ് വരുന്നത് ഇതില്ലേ? ഇവിടെ 5 എണ്ണം, ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1 എന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പം അവിടെയും വരുന്നത് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിഗ്നൽ കൺസിസ്റ്റിംഗ് ഓഫ് 5 ഫ്ലാഗ് എന്ന് പറയുന്നത് 5x4x3x2x1 കേട്ടോ. അപ്പോൾ നമുക്ക് റിപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ആണെങ്കിൽ നമ്മൾ ടോട്ടൽ നമ്പറിൽ തുടങ്ങുന്നു, അല്ലേ? അവിടെ നിന്ന് ഒന്ന് കുറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ 2 പ്ലേസ് ആണെങ്കിൽ 5x4, 3 പ്ലേസ് ആണെങ്കിൽ 5x4x3, 4 പ്ലേസ് ആണെങ്കിൽ 5x4x3x2, 5 പ്ലേസ് ആണെങ്കിൽ 5x4x3x2x1. പക്ഷേ റിപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ 5x5, ഇവിടെ 5x5x5 അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോൾ 120 ആണ്. അപ്പോൾ നമുക്ക് റിക്വേർഡ് നമ്പർ ഓഫ് സിഗ്നൽസ്, നമുക്ക് മൊത്തത്തിൽ സിഗ്നൽസ് എത്രയാണ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം റിക്വേർഡ് നമ്പർ ഓഫ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ 20 + 60 + 120 + 120. അപ്പോൾ നമുക്കറിയാം 320 ആണെന്ന് മനസ്സിലാക്കും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും വരാൻ കാരണം ഇവിടെ എന്താണ്? ഇവിടെ അറ്റ്മോസ്റ്റ് 2 എന്ന് അറ്റ്ലീസ്റ്റ് 2 എന്ന് വന്നുകൊണ്ടാണ്. അറ്റ്മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2ഓ അതിൽ താഴോട്ടോ അങ്ങനെ വരുവാണെങ്കിൽ അതും ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. ശ്രദ്ധിക്കുക. A coin is tossed 3 times and outcomes are recorded. How many possible outcomes are there? നമുക്കൊരു കോയിൻ ടോസ് ചെയ്യുകയാണ്. ഇത് നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ നമുക്കിത് പെട്ടെന്ന് എഴുതാൻ പറ്റും. പക്ഷെ നമുക്കിവിടെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ചാപ്റ്റർ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ എത്ര ഔട്ട്കംസ് ഉണ്ടാവും? 3 കോയിൻ ടോസ് ചെയ്താൽ എത്ര ഔട്ട്കം ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്താൽ 2 ഔട്ട്കം, അതായത് ഹെഡ് ഓർ ടെയിലാണ്. ശരിയേ? അപ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരെണ്ണം ഇതാണ്, ഇത് ഒന്നാമത്തെ കോയിന്, രണ്ടാമത്തെ കോയിന് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്കം റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ കോയിൻ എന്ന് പറയുമ്പോൾ 2 ഔട്ട്കമേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ 2 എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കോയിൻ ടോസ് ചെയ്താലും അതിന് 2 ഔട്ട്കമേ ഉള്ളൂ. മൂന്നാമത്തെയോ അതിന് 2 ഔട്ട്കമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? ഇതെല്ലാം കൂട്ടുന്ന എല്ലാം ഓർമ്മ വേണം. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 2x2x2 ആണ്. അപ്പോൾ അത് 8 ഔട്ട്കംസ് ആണ് വരുന്നത്. അത് ഓർമ്മ വേണം. കാരണം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ കൂട്ടി വെച്ചാൽ 6 വരത്തുള്ളൂ, കൂട്ടി വെക്കരുത്. അപ്പോൾ നമ്മളിത് 3 ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം വരുന്നത് 8 ഔട്ട്കംസ് ആണ് വരുന്നത് കൂടി മനസ്സിലാക്കുക. അതെന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇവിടുന്ന് ഇപ്പം ആദ്യത്തേതിനകത്ത് ഹെഡ്, ഇവിടെ
ഹെഡ്, അപ്പോൾ ഒരു ഔട്ട്കമായി മാറി. പിന്നെ ഹെഡ് ടെയില് അതൊരു ഔട്ട്കമായി മാറി. അങ്ങനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്കം വരുന്നത് ടോട്ടൽ എത്ര വരുന്നത് 8 ഔട്ട്കംസ് ആണ് വരുന്നത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. ഹൗ മെനി 6 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ് 0, 1, 3, 5, 7, 9 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 10 ആൻഡ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. അപ്പം നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യാം. പിന്നെ കണ്ടീഷൻ ഉണ്ട്, വിച്ച് ആർ ഡിവിസിബിൾ ബൈ 10, അത് 10ൻ്റെ ഡിവിസിബിൾ ആയിരിക്കണം. നോ ഡിജിറ്റ് റിപ്പീറ്റഡ്, ഒരു ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. നമുക്കറിയാം 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് 10 നമ്പേഴ്സ് ഉണ്ട്. അത് 10ൻ്റെ ഡിവിസിബിൾ ആവണമെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. നമുക്കറിയാം ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം ഫോം ചെയ്യുമ്പം നമുക്കറിയാം അതിൻ്റെ ഈ 1th പ്ലേസിൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. 6 ഡിജിറ്റ് നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ 1th പ്ലേസിൽ എന്തായിരിക്കണം, 0 ആയിരുന്നാൽ മതി. അപ്പം നമുക്ക് ആദ്യം തന്നെ 0 ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യാം. ബാക്കി നോക്കിയാൽ മതിയല്ലോ. ഇനി ഇവിടെ ഏത് നമ്പർ വന്നാലും അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ 1th പ്ലേസിൽ 0 ആയിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1th പ്ലേസിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. അപ്പം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ 0 എങ്ങും നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ബാക്കി വരുന്ന നമ്പേഴ്സ് 8 എണ്ണം 9 എണ്ണമാണ്. 0 മുതൽ 9 വരെ ആകുമ്പോൾ ഈ 10 നമ്പേഴ്സാണ്. 0 ഫിക്സ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 9 നമ്പേഴ്സുമാണ്. ഈ 9 നമ്പേഴ്സ് എവിടെ വേണേലും നമുക്ക് ഇപ്പോൾ ഇവിടെ 9 നമ്പേഴ്സ് ഫിക്സ് ചെയ്യാം ശരിയാ. ആ 9 നമ്പേഴ്സ് 1 മുതൽ 9 വരെയുള്ള ഏത് നമ്പേഴ്സ് ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എണ്ണം 9 ആണ്. അപ്പോൾ ഇനി ഇവിടെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ, അത് പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ 1 എണ്ണം കുറയ്ക്കണം. അപ്പോൾ എത്രയാണ്, അത് 8 ആണ്. അതിന് കാരണം ഇതാണ്, നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്ന കണ്ടീഷനാണ്. അതുപോലെ അടുത്ത ചെയ്യുമ്പോൾ ഇവിടെ ഫിക്സ് ചെയ്തു, ഇവിടെ ഫിക്സ് ചെയ്തു, ഇവിടെ ഫിക്സ് ചെയ്തത് അത് വരത്തില്ലല്ലോ. അപ്പോൾ അത് 1 കുറയ്ക്കണം. അപ്പോൾ അടുത്തതും അതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ശരിയല്ലയോ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 10 എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ്. നമ്പർ ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 10 അത് എടുത്ത് പറയണം. ഞാൻ ഇപ്പോൾ അവിടെ എഴുതിയില്ലെങ്കിലും നിങ്ങൾ എഴുതുമ്പം അത് എഴുതുക. ഓക്കെ, 9 × 8 × 7 × 6 × 5. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ചില ആൾക്കാർ ഇത് കൂട്ടി വെക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം. ഇവിടെ ആഡ് ചെയ്ത് വെക്കരുത്, അത് ഇൻറ്റു ചെയ്ത് വെക്കുകയാണ്. അതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പം നിങ്ങൾ ഈ നോട്ടൊക്കെ എഴുതിയെടുക്കണം. നോട്ട് എഴുതിയെടുക്കുന്നത് ഞാനാണ്ട് ഈ പിങ്ക് കളറിലെ ബാക്ക്ഗ്രൗണ്ട് ബൗണ്ടറി കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ഞാൻ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് ബൗണ്ടറി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതിയെടുക്കേണ്ട. അത് ഡിസ്കഷന് വേണ്ടി ഞാൻ എടുക്കുന്ന സ്ലൈഡുകളാണ്. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ തൊട്ട് മുമ്പേ നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കണം. അത് ഞാൻ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ ഇതും ഞാൻ ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ലൈഡാണ്, കാരണം അതിൻ്റെ ബൗണ്ടറി ഗ്രീൻ ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്കറിയാം 1 × 2 1 × 2 എത്രയാണ്, 3 ആണ് അറിയാം. അതുപോലെ 1 × 2 × 3യോ അത് 6 ആണെന്നറിയാം. ഇനിയോ 1 × 2 × 3 × 4 അത് എത്രയാണ്, 24. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? 1 × 2 1 × 2 × 3 1 × 2 × 3 × 4 ഇനി എടുക്കുകയാണെങ്കിൽ 1 × 2 × 3 × 4 × 5. അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ ഈ നമ്പേഴ്സ് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സാണ്. ഈ നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങുന്ന എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, 1-ലാണ്. അപ്പം 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സാണ് ഞാൻ ഈ എഴുതി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുവാണ്. അപ്പോൾ 1 × 2 × 3 × etc 10 ചെയ്തുകൂടായോ? നമുക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ അപ്പോൾ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ എഴുതേണ്ടി വരും. ഇപ്പോൾ 100 വരെയാണെങ്കിൽ 1 × 2 × 3 × etc 100 എന്ന് എഴുതി ഈക്വൽ ടു ഇട്ട് ആൻസർ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ഇല്ല. ഇപ്പം നമുക്കത് ചുരുക്കി എഴുതണം. നമ്മളിങ്ങനെ 1-ൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അതിനാണ് ഞാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഇതാണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത്.
1 ഇൻറ്റു 2നെ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്ന നൊട്ടേഷൻ ഉപയോഗിക്കും. ഈ നൊട്ടേഷൻ്റെ പേരാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ. ഫാക്ടോറിയൽ ഉണ്ടോ? അപ്പോൾ 1 ഇൻറ്റു 2നെ ചുരുക്കി 2 ഫാക്ടോറിയൽ എന്ന് പറയാം. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3നെയോ 3 ഫാക്ടോറിയൽ എന്ന് പറയാം. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4നെയോ 4 ഫാക്ടോറിയൽ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം. 1 ഫാക്ടോറിയലിനെ 1 ഫാക്ടോറിയൽ എന്ന് നമുക്ക് പറയാം കണ്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചു. ഇനിയിപ്പോൾ 10 ഫാക്ടോറിയൽ ആണെങ്കിൽ പെട്ടെന്ന് എഴുതിയാൽ മതി. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്രാ 10 എന്ന് എഴുതിയിട്ട് ആവശ്യമില്ല. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മതി. അത് 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അതല്ലോ. അപ്പോൾ ഇതാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ. അപ്പോൾ ഇത് നമുക്ക് കോമ്പിനേഷനകത്ത് വരുന്ന കാര്യമാണ്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 ഇവിടെ വരെ പറയുകയാണെങ്കിൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 എന്ന് പറയാമല്ലോ, പറഞ്ഞുകൂടായോ? ഇത് 3 ഫാക്ടോറിയൽ ആണെങ്കിൽ ഇതെന്താണ്? 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 എന്നൊക്കെ പറയാം. നമുക്ക് ഇങ്ങനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ പറയാവുന്നതാണ് അല്ലേ. അപ്പോൾ 5 ഫാക്ടോറിയൽ എങ്ങനെ പറയാമല്ലോ? 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്നൊക്കെ നമുക്ക് പറയാം. 4 ഫാക്ടോറിയൽ നമുക്കറിയാം അത് എത്ര? 24. ഇപ്പോൾ 24 ഇൻറ്റു 5 120 എന്ന രീതിയിൽ നമുക്ക് പറയാം. ശരിയില്ലേ? അതുപോലെ ആണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നും പറയാം. ഇങ്ങനെ ഓരോന്ന് കുറച്ച് നമുക്കിതിൻ്റെ ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതാവുന്നതാണ്. ശരിയല്ലേ? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ 10 ഫാക്ടോറിയലിന് നമുക്ക് വേണമെങ്കിൽ 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്നൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയും എഴുതാം. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. വീണ്ടും നമുക്ക് ചെറുതാക്കുകയാണെങ്കിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ ഉണ്ടോ. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 1 എന്ന് നമുക്ക് ഇതേപോലെ എഴുതാവുന്നതാണ്. ഓക്കെ, അതുകൂടി മനസ്സിലാക്കുക. ഇനി 1-2 കാര്യങ്ങൾ പറയാം. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ജനറലായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് n ഫാക്ടോറിയലിനെ ഉണ്ടോ. ഇത് ഉപയോഗിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു എക്സെട്രാ 3 ഇൻറ്റു 2 ഇൻറ്റു 1 അവസാനം 1-ൽ അവസാനിക്കുന്നത്. ശരിയല്ലയോ? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു വെച്ചാൽ 1 കുറയ്ക്കുന്നു, 2 കുറയ്ക്കുന്നു, 3 കുറയ്ക്കുന്നു, 4 കുറയ്ക്കുന്നു. ഫസ്റ്റ് നമ്പർ അതേപോലെ എഴുതുന്നു. 1 സബ്ട്രാക്ട് ചെയ്യുന്നു, 2 സബ്ട്രാക്ട് ചെയ്യുന്നു, 3 സബ്ട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ 4. 5 4-ൽ നിന്ന് അവസാനം. അപ്പോൾ n ആകുമ്പോൾ നമ്മൾ എഴുതുന്നതാണ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു എക്സെട്രാ 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇപ്പോൾ ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്താണ് n ഫാക്ടോറിയലിന് എഴുതുന്നത്. ഓക്കെ. അപ്പം നമുക്ക് സംശയമാണ്. അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ച് n ഫാക്ടോറിയലിന് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയലിന് എഴുതാം. ശരിയല്ലേ? ഇനിയും എഴുതാം n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയലിന് എഴുതാം. കൂടാതെ ഇനി വീണ്ടും വേണം എഴുതാം n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ എഴുതാം. ഇനി ശ്രദ്ധിക്കുക, ഞാനിവിടെ n-ന് പകരം 1 എന്ന് കൊടുക്കാൻ പോയി. ഇവിടെ n-ന് പകരം 1 കൊടുത്താൽ 1 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ശരിയില്ലേ? ഈ റിസൾട്ടിനകത്ത് n-ന് പകരം ഞാൻ 1 കൊടുക്കുകയാണ്. അപ്പോൾ 1 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 മൈനസ് 1 ഫാക്ടോറിയൽ. 1 മൈനസ് 1 ഫാക്ടോറിയൽ 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു 0 ഫാക്ടോറിയൽ എന്ന് പറയാം അല്ലേ? 1 ഇൻറ്റു 0 ഫാക്ടോറിയൽ. ഈ 1 ഇൻറ്റു 0 ഫാക്ടോറിയൽ തന്നെ 0 ഫാക്ടോറിയൽ ഇല്ലേ? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ എന്താണ്? 1 ആണ്. 1 ഫാക്ടോറിയലിനെ 1 എന്ന് പറയാം. ഇവിടെ ഇന്ന് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 ആണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടുപിടിക്കുന്നതാണ് ഒരു രീതി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 0 ഫാക്ടോറിയൽ 1 ആണ്, 1 ഫാക്ടോറിയൽ 1 ആണ്, അതുകൂടി മനസ്സിലാക്കുക. ഓക്കെ. ഇത് നോട്ട് എഴുതുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. നേരത്തെ ആ സ്ക്രീൻ നോട്ട് എഴുതേണ്ട. n be a positive natural number. The product of first n natural numbers is known as factorial of n. It is noted by n factorial. 1 into 2 into 3 into 4 etc. n minus 1 into n is equal to n factorial എന്ന് പറയാം. ഇനി 1 ഫാക്ടോറിയൽ അതുപോലെ ഇത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് എഴുതുകയാണ്. വി ഡിഫൈൻ 0 ഫാക്ടോറിയൽ 1 ആണ്, അതുകൂടി മനസ്സിലാക്കുക. അത് കിട്ടുന്ന രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമുക്ക് 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നൊക്കെ എഴുതാൻ സാധിക്കും. ക്ലിയർലി നമുക്ക് പറയാം നാച്ചുറൽ നമ്പർ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ, അല്ലെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അതാണ് ഫാക്ടോറിയലിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ 2 പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞുതരാം. നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് നോട്ടിനകത്ത് എഴുതി വെച്ചിരുന്നാൽ മതി. ഒന്ന്
നോട്ട് എഴുതി വെച്ചിരുന്നാൽ മതി. ഇവാലുവേറ്റ് ദ ഫോളോയിങ്, താഴെ പറയുന്ന ഇവാലുവേറ്റ് ചെയ്യുക. 7 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ, 9 ഫാക്ടോറിയൽ. നമുക്കിത് നോക്കാം. ഇപ്പോൾ 7 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ, 7 ഫാക്ടോറിയൽ നിന്ന് 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് 540 ആണെന്ന് നോക്കാം. -120 ആൻസർ ഇത്രയേ ഉള്ളൂ. അത് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 7 വരെയുള്ള നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ നമുക്ക് പറ്റും. ഇനി അതുപോലെ ഇത് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 × 2 അപ്പോൾ 2 ആണ്. 3 ഫാക്ടോറിയൽ 1 × 2 × 3 അപ്പോൾ 6 ആണ്. അപ്പോൾ 2 + 6 എന്ന് പറയുമ്പോൾ 8. ഇനി 9 ഫാക്ടോറിയൽ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 വരെയുള്ള 9 നമ്പേഴ്സ്, 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അത് വലിയ നമ്പേഴ്സ് വരും. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോബ്ലത്തിൽ കോമ്പിനേഷനകത്ത് വരുമ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അടുത്തൊരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. കമ്പ്യൂട്ട് 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. രണ്ടാമത്തെ 12 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയും നമ്പേഴ്സ് കൂടെ എഴുതുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 7 ഫാക്ടോറിയലിനെ വേണേൽ 5 ഫാക്ടോറിയൽ ടേംസിൽ എഴുതാൻ പറഞ്ഞാൽ 7 × 6 × 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ശരിയല്ലയോ? 7 × 6 × 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ശരിയല്ലയോ? അപ്പോൾ ഈ 5 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും ക്യാൻസലായി പോയിട്ട് 7 × 6 42 എന്ന ആൻസറിലോട്ട് പെട്ടെന്ന് എത്തിച്ചേരാം. അപ്പോൾ ഇതുപോലെ ഡിവിഷൻ വരുമ്പോഴൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. നമ്മൾ കോമ്പിനേഷനകത്ത് വരുന്നൊരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 7 × 6 ബൈ × 5 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. അപ്പോൾ അത് 5 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി പോകും. ഇവിടെയും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ വലിയ ഫാക്ടോറിയൽ നോക്കണം. ഡിനോമിനേറ്റർ കിടക്കുന്ന വലിയ ഫാക്ടോറിയൽ ഇതാണ്. അപ്പോൾ ആ നമ്പർ വരെ നമുക്കിതിനെ എത്തിക്കണം. അപ്പോൾ 12 ഫാക്ടോറിയം 10 ഫാക്ടോറിയം. അപ്പോൾ 12 × 11 × 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മതി. ശരിയില്ലയോ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 12 × 11 × 10 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ × ഈ 2 ഫാക്ടോറിയൽ നമുക്ക് 2 എന്ന് തന്നെ എഴുതാൻ വേണം. അതിനെ നമുക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ ക്യാൻസലായി പോകുന്നത് ഇതും ക്യാൻസലായി പോകും. ബാക്കി ഇതിനെ ഇതോടെ വേണേൽ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ 6 × 11 ആണ് വരുന്നത്. ആൻസർ എത്രയാണ്? 66 എന്ന് പറയുന്ന ആൻസറിലോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകാം. ഇതൊക്കെയാണ് നമ്മൾ പെർമുട്ടേഷനകത്തും കോമ്പിനേഷനകത്തും ഇതുപോലെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല, എന്നാലും ഇത് പറഞ്ഞത് നമുക്ക് കോമ്പിനേഷൻ കൂടുതൽ എളുപ്പമാകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് അത് പ്രാക്ടീസ് ചെയ്യുക. ടെക്സ്റ്റിലെ മിക്ക എല്ലാ പ്രോബ്ലവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.